ചേട്ടനെ കാണുമ്പോ ഇങ്ങനെ കടിച്ചു കയറാൻ ചെല്ലുന്നേ? ആ, എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് അങ്ങനെ കാണുമ്പം ചൊറിയാൻ തോന്നും. എന്താ മോളെ, വല്ല പ്രേമം വല്ലതും ആണോ? പ്രേമോ? എനിക്ക് അങ്ങേരോടൊന്നുമില്ല. അടിയുണ്ടാക്കുന്നൊന്നും അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. ഓഹോ, അന്ന് എന്റെ പൊന്നുമോൾ അങ്ങ് പോയി കണ്ടുപിടിക്ക്. എന്താണ് ഇവിടെ ഒരു ചർച്ച? രണ്ടുപേരും കൂടെ നല്ല ആമ്പിളാരുമായി നോക്കണം. ആ, ചിലരുടെയൊക്കെ കള്ളത്തരം പൊക്കൂന്ന് പറയുമായിരുന്നു. അതെന്താടി അർത്ഥം വെച്ച പോലെ ഒരു പറച്ചില്? അയ്യോ, എന്റെ കിച്ചൻ അങ്ങനെ തോന്നിയോ? സാരല്ല കേട്ടോ, അന്ന് അർത്ഥം വെച്ച് തന്നെ പറഞ്ഞതാ. എന്താടി മോളെ അങ്ങനെ ഒരു ടോക്ക്? അല്ല, ഈ ലൈബ്രറിയില് മിണ്ടാതിരുന്ന് വായിക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ പഠിക്കാൻ മാത്രമല്ല പോകുന്നത്, കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനൊക്കെ പോകാലോ. നിർത്തുന്നുണ്ടോ രണ്ടും? കള്ളത്തരം കണ്ടുപിടിക്കാൻ ഇറങ്ങിയേക്കുന്നു. വാ, ക്ലാസ്സിൽ പോ. എടാ മോനെ, ഏത് ലോകത്താടാ? ഹോ, പേടിച്ചു പോയി മനുഷ്യൻ. നിനക്ക് ഇത് തന്നെ പണി, പുറകിൽ വന്ന് പേടിപ്പിക്കുക. എല്ലാവരുടെയും പുറകിലല്ല, എനിക്കിഷ്ടപ്പെട്ടവരുടെ പുറകിൽ മാത്രം വന്ന് പേടിപ്പിക്കുന്നതാണ്. ആ ഇഷ്ടം നിർത്തിക്കോ കേട്ടോ. ആ ഇഷ്ടം അത്ര നല്ലതല്ല, അത് വേണ്ട കേട്ടോ. എന്താണ് മോനെ ചൂടാവുന്നേ? ആരെങ്കിലും തല്ല് കിട്ടിയോ? അതോ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞോ? ദേബി, നീ ചുമ്മാ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ. എനിക്ക് ആ കൂടെ ദേഷ്യം വന്നിട്ടിരിക്കുക. അതിന് ദേഷ്യം വരാൻ മാത്രം എന്താടാ അപ്പൊ ഇവിടെ ഉണ്ടായേ? എന്തുണ്ടായേ നീ പറ. അത് പിന്നെ ആരൊക്കെ നിക്കുന്നേ? എന്താ മോനെ, നിനക്ക് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ആരൊക്കെയാന്ന് അറിയാതിരിക്കാൻ മാത്രം. നിനക്ക് പ്രായമായോടാ ചെറുക്ക? ഡീലിട്ടാണോടോ മറ്റവനെ എനിക്ക് ചെറുക്കാന്ന് പേരിട്ടെ? നീ ഒരുപാട് അങ്ങ് തിളയ്ക്കാതെ കേട്ടോ. നീ ആരോടാ കളിക്കുന്നേന്ന് നീ അറിഞ്ഞിട്ട് നീ ഉണ്ടാക്കാൻ വാ കേട്ടോ. എന്നാലും ഞങ്ങൾ നിന്നു തരാം. നീ ആരാ? രാജാവൊന്നും അല്ലല്ലോ. നീയും കൂടുതൽ ഉണ്ടാക്കാൻ വരണ്ട. എടാ മോനെ, എനിക്ക് ഉണ്ടാക്കാൻ സമയമായില്ല. ഉണ്ടാക്കാൻ സമയമാവുമ്പോ ഞാൻ ഉണ്ടാക്കിക്കോളാം കേട്ടോ. എന്റെ മോനെ, അത് വേണ്ട കേട്ടോ, അത് വേണ്ട. അവനെ തൊടണ്ട, വിട്ടേരെ അവനെ. അവനെ തൊട്ടപ്പോ നിനക്ക് നൊന്തോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ അങ്ങ് കൊന്നാലോ? ഞാനങ്ങ് പേടിച്ച്. നീ ഒന്ന് പോടാറക്കാന്ന് പോയി തരത്തി പോയി കളിക്കാൻ ഞാൻ പറഞ്ഞു. നീ കരുതിയിരുന്നു, നിനക്കുള്ള പണി ഞാൻ തന്നി. ഒന്ന് പോ ചേട്ടാ, പേടിപ്പിക്കാതെ. നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ? വല്ലതും കഴിക്കാം. വിശക്കുന്നു. 14 മണിക്കൂറും തീറ്റാന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തോന്നും. വിശപ്പുവാ തോന്നുമൊക്കെ. ആരാ ഫുഡ് മേടിക്കാൻ പോകുന്നേ? ഞാൻ പോവില്ല, എനിക്ക് വയ്യ. ഞാനായിട്ട് മാത്രം തുറന്നാൽ മതി കേട്ടോ. മേടിക്കാനൊന്നും പോണ്ട, അവിടെ തന്നെ ഇരുന്നു. ഇനി അതിന് വഴക്ക് വേണ്ട രണ്ടും കൂടെ. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. പൂച്ചേ, നമ്മുടെ മെയിൻ സാധനം പപ്സും ലൈമും. ഓക്കെ? ശരി. അതിനിതുവരെ മാറ്റമൊന്നുമില്ലല്ലോ. എന്താടി മോളെ അവിടെ ഒരാൾക്കൂട്ടം? നല്ല അടിയങ്ങാനായിരിക്കോ? പോയി നോക്കണോ? പൂച്ചേ, ഇപ്പൊ പോണ്ട. നമുക്ക് അവിടെ എന്താന്ന് നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് ലൈമും പപ്സും കേറ്റാം. അത് വേണോ? അങ്ങോട്ട് പോണോ? അവിടെ സീനിയേഴ്സ് തമ്മിലല്ലേ വഴക്ക്? ഇതൊക്കെ ഒരു രസല്ലേ കുട്ടാ. നീ ഇങ്ങോട്ട് വന്നേ, ബാ നമുക്ക് പോയിട്ട് നോക്കിട്ട് വരാം. അല്ല, അച്ഛൻ എന്തിയേ? ആ വഴക്കിന്റെ ഇടയിൽ അങ്ങനെ കാണോ മാധവ? അവള് ഈ വള്ളിയൊക്കെ പിടിക്കാൻ അവളെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. അവളങ്ങോ അതിനകത്ത് കാണത്തില്ലെന്നേ. അവള് ലൈബ്രറി പോവാന്നും പറഞ്ഞല്ലേ പോയേ. അവള് പിന്നെ ലൈബ്രറി തന്നെ കാണും, അവിടെയും കാണത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കിയേച്ചും വരാം. അപ്പൊ ആർമീസേ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു. ലെങ്ത് കുറഞ്ഞു പോയെന്ന് എനിക്കറിയാം. പിന്നെ വീഡിയോ ഇടാനും താമസിച്ചതിൽ സോറി. സ്റ്റോറേജ് ഇഷ്യൂ നിങ്ങൾക്കറിയാലോ. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ആർമി. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സീനിയേഴ്സിൻ്റെ വഴക്കിൻ്റെ ഇടയിൽ ആരാന്നൊന്ന് കമൻറ്റ് ചെയ്ത് തരിക കേട്ടോ. പിന്നെ ബൈ, ലവ് യു ആർമി.